ബീഹാറിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്ത് മൂന്നാം ദിവസം മേൽപ്പാലത്തിൽ വിള്ളൽ. JP ഗംഗാബത്ത് പാലത്തിലാണ് വിള്ളൽ. 3831 കോടി രൂപ ചെലവിൽ നിർമ്മിച്ചതായിരുന്നു ഈ പാലം. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാറുണ്ട്. അച്യുതൻ, ഉദ്ഘാടനം കഴിഞ്ഞ് മൂന്നാം ദിവസം പാലത്തിൽ വിള്ളൽ വീഴണമെങ്കിൽ അതിന് പിന്നിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ടാകുമല്ലോ. അങ്ങനെ അത്തരം ആരോപണങ്ങൾ ഉയരുന്നുണ്ടോ അച്യുതൻ? തീർച്ചയായിട്ടും ഗോപികൃഷ്ണൻ, മുൻപും അത്തരം ആക്ഷേപങ്ങൾ നേരിട്ടൊരു സംസ്ഥാനമാണ് ബീഹാർ. കാരണം പല പാലങ്ങൾ നിർമ്മാണത്തിലിരിക്കെ തകർന്നു വീഴുന്ന ഒരു സാഹചര്യം ബീഹാറിലുണ്ടായിരുന്നു. ഏതാണ്ട് 10ഓളം പാലങ്ങൾ നിർമ്മാണത്തിലിരിക്കെ തകർന്നു വീഴുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഇതിപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞ് 72 മണിക്കൂർ പിന്നിടുമ്പോഴാണ് ഈ ഉദ്ഘാടനം ചെയ്ത പാലത്തിൽ ഇത്തരമൊരു വിള്ളൽ കണ്ടെത്തിയിരിക്കുന്നത്. നിതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്ത JP ഗംഗാപത്ത് പാലത്തിൻ്റെ നാലാം ഘട്ട പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ഉദ്ഘാടനം അത് പൂർത്തീകരിച്ച് 72 മണിക്കൂർ പിന്നിടുമ്പോഴാണ് ഇത്തരത്തിൽ പാലത്തിൽ വലിയ രീതിയിലുള്ള ഒരു വിള്ളൽ കണ്ടെത്തിയിരിക്കുന്നത്. 3831 കോടി രൂപ ചെലവഴിച്ചാണ് ഈ നാലാം ഘട്ട പാലം പണി പൂർത്തിയാക്കുന്നത്. അച്യുതൻ, ആ കാര്യത്തിൽ വലിയ പരിശോധനകൾ എന്തായാലും ആവശ്യമായി വരും. രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയരാൻ സാധ്യതയുണ്ട്. ഉദ്ഘാടനം ചെയ്ത മൂന്നാം ദിവസം തന്നെ മേൽപ്പാലത്തിൽ വിള്ളലുണ്ടായ അനുഭവം ബീഹാറിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ആദ്യ സംഭവമല്ല. പലപ്പോഴും അതിവേഗ വികസനം ഇതേപോലെ ക്വാളിറ്റി ഇല്ലാത്ത, ഗുണനിലവാരമില്ലാത്ത നിർമ്മാണത്തിലേക്കാണ് നയിക്കുന്നതെന്ന വിമർശനം കുറെ മുൻപ് കൃഷ്ണ അതിന്റെ പിന്നിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത്.